Hi all, welcome back to the channel. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ്റെ കാറ്റഗറി കോഡ് 123/2016 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്നും മിക്സഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. സബ്ജക്റ്റ് വൈസ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ പലപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ മിക്സഡ് ആയിട്ട് വന്നു പോകുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Matrix manipulation and sorting can be easily performed by which of the type of computer? Option A SISD, option B MISD and option D SIMD. Okay, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ആൻസറിലേക്ക് വരുന്നതിന് മുന്നേ ഈ ആർക്കിടെക്ചേഴ്സ് എന്താണെന്ന് കോമൺലി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പാരലൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഒരുപാട് ടൈപ്പായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഫ്ലിൻസ് ടാക്സോണമിയാണ്. അപ്പോൾ ഈ ഫ്ലിൻസ് ടാക്സോണമി അനുസരിച്ചിട്ട് മെയിൻലി 4 ടൈപ്പ് പാരലൽ ആർക്കിടെക്ചേഴ്സ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? സിംഗിൾ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഡേറ്റ, സിംഗിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡേറ്റ, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡേറ്റ, പിന്നെ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഡേറ്റ. ഓക്കെ, അപ്പം ഈ ഒരു ആർക്കിടെക്ചേഴ്സിൽ SISD എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് പോലെ തന്നെ അറിയാമല്ലോ, ഒറ്റ ഇൻസ്ട്രക്ഷൻ ഒറ്റ ഡേറ്റയിലാണ് പെർഫോം ചെയ്യുന്നത്. ശരിക്കും അതൊരു പാരലൽ ആർക്കിടെക്ചറിൻ്റെ ബേസിക് കൺസെപ്റ്റാണ്. പാരലൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിൽ ഓർമ്മ വരിക സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസുകൾ പെർഫോം ചെയ്യാൻ പറ്റണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലോട്ട് തന്നെ ഞാൻ വരികയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് MISD എന്ന് നോക്കാം. MISD എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഡേറ്റ. ഇതിനാണ് നമ്മൾ കോമൺലി പൈപ്പ് ലൈൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുക. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സിംഗിൾ ഡേറ്റ. So we have to perform several instruction on a single data. ഓക്കെ, അപ്പോൾ ഈ MISD എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഒരുപാട് ഇൻസ്ട്രക്ഷൻസുകൾ അറ്റ് എ ടൈം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ത്രൂപുട്ട് കൂടുതലായിരിക്കും. സോ നമ്മുടെ പ്രോസസ്സറിൻ്റെ യൂട്ടിലൈസേഷനും അതുപോലെ തന്നെ കൂടുതലായിരിക്കും. നമ്മുടെ ഈ സിസ്റ്റോളിക് അറേ എന്നും പറഞ്ഞിട്ടുള്ളൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ സിസ്റ്റോളിക് അറേ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ MISD ആർക്കിടെക്ചർ വെച്ചിട്ടുള്ളതാണ്. സിസ്റ്റോളിക് അറേ. ഇപ്പോൾ സിസ്റ്റോളിക് അറേയിൽ നമ്മുടെ ഈ പൈപ്പ് ലൈൻ ആണല്ലോ സംഭവം. അപ്പം 2 അല്ലെങ്കിൽ 2 or more ഡയമെൻഷണൽ പൈപ്പ് ലൈൻ സിസ്റ്റംസ് ഈ നമ്മുടെ ഈ സിസ്റ്റോളിക് അറേയുടെ ബേസിക് ഒക്കെയാണ് സിസ്റ്റോളിക് അറേ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ സിസ്റ്റോളിക് അറേ എന്ന് പറഞ്ഞാൽ അതാണ്, അവിടെ 2 or more ഡയമെൻഷൻസ് ഓഫ് പൈപ്പ് ലൈൻ സിസ്റ്റം ഉണ്ട്. അതിനെ അപ്പോൾ അങ്ങനെയുള്ള ഒരു ആർക്കിടെക്ചറാണ് നമ്മൾ പഠിച്ചിട്ടുള്ള MISD, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ആൻഡ് സിംഗിൾ ഡേറ്റ. കോമൺലി പൈപ്പ് ലൈൻ സിസ്റ്റം എന്ന് പറയുന്നത് MISD ആണ്. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ MIMDയിലോട്ട് വരുവാണ്. MIMD എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഡേറ്റ. പ്രോസസ്സേഴ്സ് ആർ ഡൂയിങ് ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഷൻ ഓൺ ഇൻഡിപെൻഡൻറ്റ് ഡേറ്റ ഇൻ പാരലൽ. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇൻഡിപെൻഡൻറ്റ് ഡേറ്റയിൽ പാരലായിട്ട് ചെയ്യുന്നു, MIMD. ഓക്കെ, ഇനി ഒരു ആർക്കിടെക്ചർ ഉള്ളതാണ് SIMD, സിംഗിൾ ഇൻസ്ട്രക്ഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഡേറ്റ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? മെട്രിക്സ് ഓപ്പറേഷൻസും സോർട്ടിങ്ങും ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരുപാട് ഡേറ്റ ഉണ്ട്. വി ഹാവ് മൾട്ടിപ്പിൾ ഡേറ്റാസ്, ബട്ട് ഇൻസ്ട്രക്ഷൻ എന്താ? ഒന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഏത് ആർക്കിടെക്ചർ ആയിരിക്കും? SIMD ആയിരിക്കും. അപ്പോൾ SIMDയെ കുറിച്ചിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ SIMD നമ്മൾ കോമൺലി പറയുക അറേ കമ്പ്യൂട്ടേഴ്സ് എന്നാണ്. ഓക്കെ, അറേ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് SIMDയെ പറയുന്നത്. അറേ കമ്പ്യൂട്ടേഴ്സ് എന്ന് SIMDയെ പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിയർ ദർ ആർ സെവറൽ പ്രോസസ്സിംഗ് എലമെൻറ്റ്സ്. ഒരുപാട് പ്രോസസ്സിംഗ് എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ പ്രോസസ്സിംഗ് എലമെൻറ്റ്സിലെല്ലാം ഡിഫറെൻറ്റ് ഡേറ്റാസ് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. ഓക്കെ, പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്തോളും. ഡിഫറെൻറ്റ് ഡേറ്റാസ് ഒറ്റ ഇൻസ്ട്രക്ഷൻസിൽ വർക്ക് ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഡേറ്റ ലെവൽ പാരലലിസം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് വെക്റ്റർ പ്രോസസ്സേഴ്സിലാണ്. എവിടെയാണ്? വെക്റ്റർ പ്രോസസ്സേഴ്സിലാണ്. അപ്പം ഹിയർ വി ഹാവ് മൾട്ടിപ്പിൾ ഡേറ്റ ആൻഡ് സിംഗിൾ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ നമ്മുടെ ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ വെച്ചിട്ടില്ലേ നമ്മുടെ മെട്രിക്സ് ഓപ്പറേഷൻസും അതുപോലെ തന്നെ സോർട്ടിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോർട്ടിങ്ങിൽ എന്താണ്? നമുക്ക് ഒരുപാട് ഡേറ്റ ഉണ്ട്. മെട്രിക്സിൽ എന്താണ്? സിമിലർലി പല ഡയമെൻഷൻസിലായിട്ട് ഡേറ്റ ഇരിപ്പുണ്ട്. ബട്ട് വി ഹാവ് ടു പെർഫോം ഫോർ എ സിംഗിൾ ഇൻസ്ട്രക്ഷൻ. സോ ഏതായിരിക്കും നമ്മുടെ ആൻസർ?
ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ സിംഗിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡേറ്റ. ഫോർ മെട്രിക്സ് മാനിപ്പുലേഷൻ ആൻഡ് സോർട്ടിംഗ് വി ഹാവ് ടു യൂസ് ദ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ നോൺ ആസ് SIMD. SIMD വെക്ടർ പ്രോസസ്സേഴ്സിലാണ് യൂസ് ചെയ്യണത്. ഓക്കെ, ഡിഫറെൻറ്റ് പ്രോസസ്സിംഗ് എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു മൈക്രോ പ്രോസസ്സറിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Which of the following is an example of a synchronous interrupt? Option A, keyboard interrupt. Option B, pushing the reset button. Option C, divide by zero. And option D, none of the above. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സിങ്ക്രണസ് ഇൻട്രപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോമൺലി നമുക്ക് രണ്ട് ടൈപ്പ് ഇൻട്രപ്റ്റ്സ് ആണ് ഉള്ളത്, സിങ്ക്രണസ് ഇൻട്രപ്റ്റ്സും അസിങ്ക്രണസ് ഇൻട്രപ്റ്റ്സും. ഓക്കെ, ടു ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റ്സ്, സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ്. എന്താ ഈ സിങ്ക്രണസ് ഇൻട്രപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിങ്ക്രണസ് ഇൻട്രപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണോ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോഴെല്ലാം നടക്കുന്നതാണ് സിങ്ക്രണസ് ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിങ്ക്രണസ് ഇൻട്രപ്റ്റ്സ് വിൽ ഹാപ്പൻ എവറി ടൈം ആൻ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട്സ്. ഓക്കെ, അതിനോടൊരു പ്രോഗ്രാം സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഡിവൈഡ് ബൈ സീറോ. ഓക്കെ, ദെൻ സിസ്റ്റം കോൾ, പിന്നെ ബാക്ക് പോയിന്റർ ഡീറഫറൻസ്, ഇതെല്ലാം തന്നെ സിങ്ക്രണസ് ഇൻട്രപ്റ്റ്സ് ആണ്. സിങ്ക്രണസ് ഇൻട്രപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എപ്പോഴൊക്കെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു അപ്പോഴെല്ലാം അത് നടക്കും. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ബൈ സീറോ, സിസ്റ്റം കോൾ, ബാക്ക് പോയിന്റർ ഡീറഫറൻസ്, ഇത്രയും സിങ്ക്രണസ് ഇൻട്രപ്റ്റ്സ് ആണ്. അപ്പോൾ എന്താ ഈ അസിങ്ക്രണസ് ഇൻട്രപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അസിങ്ക്രണസ് ഇൻട്രപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഇവൻ്റ് വഴി അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഇവൻ്റ് നടത്തുന്നതിന് കാരണമാകുന്നതാണ്. അങ്ങനെ നടക്കുന്നതാണ് അസിങ്ക്രണസ് ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അസിങ്ക്രണസ് ഇൻട്രപ്റ്റ്സ് ആർ കോസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഇവൻറ്റ്. ഓക്കെ, നമുക്ക് സാധാരണ ഒരു IO ഡിവൈസ് വഴി നമ്മളൊരു ഇൻട്രപ്റ്റ് കൊടുക്കുന്നു, അത് അസിങ്ക്രണസ് ഇൻട്രപ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ടൈമർ ടിക്സ്, നമ്മുടെ ക്ലോക്ക് ഉണ്ടല്ലോ, ക്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ആ ക്ലോക്ക് അതൊരു എക്സ്റ്റേണൽ ഡിവൈസ് ആണ്. ആ എക്സ്റ്റേണൽ ഡിവൈസ് കൊടുക്കുന്ന ഇൻട്രപ്റ്റ് അസിങ്ക്രണസ് ആയിരിക്കില്ലേ? ഓക്കെ, അപ്പോൾ ഇതെല്ലാം അസിങ്ക്രണസിൽ വരും. അപ്പോൾ അസിങ്ക്രണസിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് യൂഷ്വലി ഡിവൈസ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് ടൈമർ ടിക്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസിലോട്ട് വരാം. ഓക്കെ, ദേ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ സിങ്ക്രണസ് ഇൻട്രപ്റ്റ് ആരെന്നാണ്. സിങ്ക്രണസ് കീബോർഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ കീബോർഡ് ഒരു എക്സ്റ്റേണൽ ഇവൻ്റ് ആണ് അല്ലേ, ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ആണ്. ആ എക്സ്റ്റേണൽ ഡിവൈസ് കൊടുക്കുന്ന ഇൻട്രപ്റ്റ് അസിങ്ക്രണസ് ആണ്. പുഷിംഗ് ദ റീസെറ്റ് ബട്ടൺ, അവിടെയും ഒരു എക്സ്റ്റേണൽ ഒരു ഹെൽപ്പ് വേണം, അപ്പോഴും മാത്രമേ നടക്കത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ അസിങ്ക്രണസ് ഇൻട്രപ്റ്റ്. Then divide by zero is a synchronous interrupt. Synchronous interrupt will happen every time an instruction executes. Okay, അപ്പോൾ ആൻസർ കിട്ടിയില്ല. സിങ്ക്രണസ് ഇൻട്രപ്റ്റിന് എക്സാമ്പിൾ ഏതാണ്? ഡിവൈഡ് ബൈ സീറോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു ഡിജിറ്റൽ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇക്വാലന്റ് ടു ദ എക്സ്പ്രഷൻ a+b the whole complement into a complement dot b complement into a+b? Options F, true, false true, then a+b the whole complement and a complement dot b complement. ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു എക്സ്പ്രഷൻ സോൾവ് ചെയ്ത് നോക്കുന്നതായിരിക്കും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് അല്ലേ. അപ്പം എക്സ്പ്രഷൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമ്മുടെ ഇവിടെ a+b the whole complement ഉണ്ടല്ലോ, അത് നമ്മുടെ ഡിമോർഗൻസ് വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാമല്ലോ. ഡിമോർഗൻസിൽ അപ്ലൈ ചെയ്യുമ്പോൾ a complement dot b complement ആവുന്നില്ലേ, അപ്പോൾ അത് എഴുതി. പിന്നെ നമ്മുടെ a complement dot b complement ഇവിടെ ഉണ്ട്, പിന്നെ നമ്മുടെ a+b ഉണ്ട്. ഇതേ നോക്കിയേ, a complement dot b complement എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ സെയിം ആണ്. ഇപ്പോൾ a ഇൻറ്റു a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a തന്നെയാണ്. സോ ഇവിടെയും അതിന് നമ്മൾ a complement dot b complement ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ എഴുതി. ഓക്കെ, പിന്നെ a+b എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കയറ്റി എഴുതാം. ഓക്കെ, നമ്മുടെ ഡിവൈഡ് ചെയ്ത് എന്താണ് ഓരോ എക്സ്പ്രഷൻസിനെയും ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പം a complement b complement ഇൻറ്റു a പ്ലസ് a complement b complement ഇൻറ്റു b എന്നാകും ആണല്ലോ. ഇനി a ഇൻറ്റു a complement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക? ഫോൾസ് ആണ് വരിക. അതിൻ്റെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്തു? b കോംപ്ലിമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അതുപോലെ തന്നെ b ഇൻറ്റു b കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആരാ വരിക? ഫോൾസ് ആ വരിക. അതിൻ്റെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്തു? a കോംപ്ലിമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തു.
ഫോൾസ് ബി കോംപ്ലിമെൻറ്റോടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോൾസ് ആയിരിക്കും കിട്ടുക. എ കോംപ്ലിമെൻറ്റോടെ ഫോൾസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോൾസ് ആയിരിക്കും കിട്ടുക. സോ ഫോൾസ് പ്ലസ് ഫോൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അപ്പം ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ എക്സ്പ്രഷൻസ് സോൾവ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഡേറ്റാബേസിൽ നിന്നുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: In order to maintain the transactional integrity and database consistency, what technology does a DBMS deploy? Option A trigger, option B pointers, option C lock and option D cursors. Okay, അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസിയും തരണം ഇൻറ്റഗ്രിറ്റിയും തരണം. രണ്ടും തരണമെങ്കിൽ ഇവരാരെയാണ് ഡിപ്ലോയ് ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം അല്ലേ. ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രിഗറിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ. എന്താ, ഒരു എക്സ്റ്റേണൽ ഇവൻറ്റ് നടക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡേറ്റാബേസിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ് ട്രിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രിഗർ ഒരു സ്റ്റോർഡ് പ്രോഗ്രാം ആയിരിക്കും. ആ സ്റ്റോർഡ് പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. എപ്പോഴാണ്? വെൻ സം ഇവൻറ്റ് ഒക്കേഴ്സ്. അപ്പോൾ എന്തൊക്കെ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി DML സ്റ്റേറ്റ്മെൻറ്റ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ DDL സ്റ്റേറ്റ്മെൻറ്റ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഡേറ്റാബേസ് ഓപ്പറേഷൻസുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴോ ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫയർ ചെയ്യേണ്ട പ്രോഗ്രാംസ് ആണ് എന്ത്? ട്രിഗർ എന്ന് പറയുന്നത്. DML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മുടെ ഡിലീറ്റ്, ഇൻസേർട്ട്, അപ്ഡേറ്റ് അതൊക്കെ ഇല്ലേ, അത്. DDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ് ആ കമാൻഡ്സുകളൊക്കെ. പിന്നെ ഡേറ്റാബേസ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ലോഗ് ഓഫ് ആകാം, ഷട്ട് ഡൗൺ ആകാം, സ്റ്റാർട്ടപ്പ് ആകാം, സെർവർ എറർ ആകാം. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻസ് ആണ് ഡേറ്റാബേസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫയർ ചെയ്യേണ്ട ഒരു സ്റ്റോർഡ് പ്രോഗ്രാമാണ് ട്രിഗർ എന്ന് പറയുന്നത്. ട്രിഗർ കൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യും ട്രിഗർ. ഓക്കെ, കൃത്യത തരും. ഓക്കെ, വേറൊരാൾ കയറി പെട്ടെന്ന് അവിടെ വന്ന് ഡേറ്റയ്ക്ക് ചേഞ്ച് വരുത്താനായിട്ട് പറ്റത്തില്ല. കാര്യം എന്താണ്? ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കാൻ നേരത്ത് നമ്മുടെ ട്രിഗർ വന്ന് കാണിക്കും, ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യും, ട്രിഗർ ഫയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആരെ കൊണ്ട് പറ്റും? നമ്മുടെ ട്രിഗറിനെ കൊണ്ട് പറ്റും. ട്രിഗറിന് വേറെയും ബെനിഫിറ്റുകളുണ്ട് കേട്ടോ. ഇൻവാലിഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഓഡിറ്റിംഗ് പെർഫോം ചെയ്യും. പിന്നെ ഈ നമുക്ക് ഈവൻ ലോഗിങ് ഒക്കെ പെർഫോം ചെയ്യുന്നതൊക്കെ നമ്മുടെ ട്രിഗറാണ്. പിന്നെ നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പോയിൻറ്റേഴ്സ് ആണ്. പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് അറിയാവോ? നമ്മുടെ ഈ കഴ്സറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് സംഭവം. അപ്പോൾ നമുക്ക് കഴ്സർ എന്താണെന്ന് നോക്കാം. കഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം നോക്കാം. കഴ്സർ ഒരു പോയിൻ്ററാണ്. പോയിൻ്റർ എങ്ങോട്ടെങ്കിലും പോയിൻ്റ് ചെയ്യുമല്ലോ. അപ്പോൾ എങ്ങോട്ടേക്കാണ് പോയിൻ്റ് ചെയ്യുക? ഒരു കോണ്ടെക്സ്റ്റ് ഏരിയയിലോട്ട് പോയിൻ്റ് ചെയ്യുന്ന പോയിൻ്ററാണ് കഴ്സർ. അപ്പോൾ എന്താ ഈ കോണ്ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോണ്ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ഏരിയ ആണ്. ഇനി അപ്പോൾ ആ മെമ്മറി ഏരിയയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. എന്താണ് ആ മെമ്മറി ഏരിയയിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്? ദാറ്റ് മെമ്മറി ഏരിയ കണ്ടെയ്ൻ ഓൾ ദ ഇൻഫർമേഷൻ നീഡഡ് ഫോർ പ്രോസസ്സിങ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടേബിളിൽ ഒരു കാൽക്കുലേഷൻ ചെയ്യണം. ഓക്കെ, അതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നമ്മളൊരു പെർട്ടിക്കുലർ റോസിനെ എടുത്ത് മാറ്റി വെക്കുകയാണ്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ റോസിൽ മാത്രമാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് കരുതിക്കോളും. അപ്പോൾ ആ പെർട്ടിക്കുലർ റോസിനെ മാത്രം നമ്മൾ മാറ്റി ഒരു മെമ്മറി ഏരിയയിലോട്ട് വയ്ക്കും. ആ മെമ്മറി ഏരിയയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് ഏരിയയിലോട്ട് പോയിന്റ് ചെയ്യുന്ന പോയിന്ററാണ് ആര്? കഴ്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കഴ്സർ കൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഇൻറ്റഗ്രിറ്റിയോ കൺസിസ്റ്റൻസിയോ തരുന്നൊന്നും എങ്ങും പറയുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പം കഴ്സറും അല്ല പോയിന്ററും അല്ല. പിന്നെ നമുക്ക് ഇൻറ്റഗ്രിറ്റിയും കൺസിസ്റ്റൻസിയും ഒരുപോലെ തരുന്ന ഓപ്ഷൻ ഇവിടെ ആരാണ് ബാക്കിയുള്ളത്? ലോക്സ് ആണ്. ലോക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ റീഡ് ലോക്ക് ഉണ്ട്, റൈറ്റ് ലോക്ക് ഉണ്ട്, ബൈനറി ലോക്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസിയും ഇൻറ്റഗ്രിറ്റിയും ഒരുപോലെ തരാനായിട്ട് നമ്മുടെ ഡേറ്റാബേസ് ഡിപ്ലോയ് ചെയ്യുന്ന ടെക്നോളജി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് ലോക്സ്. ഓക്കെ, ഇനി നമുക്ക് ഡേറ്റാബേസിലെ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യനിലോട്ട് വരാം കേട്ടോ. ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ലോക്ക് ദാറ്റ് അലോ കൺകറൻറ്റ് ട്രാൻസാക്ഷൻസ്
to access rows of the same table consistently is known as. Option A, database level lock. Option B, table level lock. Option C, page level lock. And option D, row level lock. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം? റോ ആണ് ആക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെർഫോം ചെയ്യേണ്ട ലോക്ക് എന്തായിരിക്കും? റോ ലെവൽ ലോക്കാണ്. ഓക്കെ, ദെൻ DBMS ഈസ് എ ഡാഷ് that enable users to create and maintain one or more database. DBMS എന്താണെന്നാണ് ചോദിച്ചത്. കീ ആണോ, ഫയൽ ആണോ, പ്രോഗ്രാം ആണോ, ഡേറ്റാ സെറ്റ് ആണോ? എന്താണ്? DBMS is a program that enable users to create and maintain one or more databases. Okay, it's a program. ഇനി നമ്മളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ ക്വസ്റ്റ്യനിലോട്ടാണ് വരുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് വിൽ ബി ദ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഓഫ് എ പ്രോഗ്രാം ഇഫ് control flow graph of the program has 9 edges and 7 nodes? അപ്പോൾ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കണം. എഡ്ജിൻ്റെ എണ്ണം എത്രയാണ്, നോഡിൻ്റെ എണ്ണം എത്രയാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറയണുണ്ട് എങ്കിൽ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് E-V+2. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എഡ്ജസും വെർട്ടെക്സും തന്നിട്ടുണ്ട് എങ്കിൽ, നമ്പേഴ്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് എങ്കിൽ CC equal to E-V+2. എഡ്ജസ് മൈനസ് വെർട്ടെക്സ് പ്ലസ് 2. എഡ്ജസ് ഇവിടെ എത്രയാ? 9. വെർട്ടെക്സ് ഇവിടെ എത്രയാ? 7. അപ്പോൾ എത്ര കിട്ടും ആൻസർ? 4. ഓക്കെ, ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി, അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല, അഡീഷണൽ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് കരുതിക്കോളൂ. എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഓഫ് ദ ഫോളോയിങ് ഫ്ലോ ഗ്രാഫ് ഓഫ് സോഫ്റ്റ്വെയർ കോഡ്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 2. അപ്പോൾ നമുക്കൊരു ഫ്ലോ ഗ്രാഫാണ് തന്നിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇങ്ങനത്തെ ഒരു ഫ്ലോ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോ ഗ്രാഫാണ് തന്നിട്ടുള്ളത് എങ്കിൽ നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒന്ന്, ഇവിടുത്തെ വെർട്ടെക്സും എഡ്ജസും എടുത്ത് എണ്ണി നോക്കിയിട്ട് നമുക്ക് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാം. എത്ര വെർട്ടെക്സ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, N1, N2, N3, N4, N5 എന്നും പറഞ്ഞിട്ട് ഇവർ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ വെർട്ടെക്സ് എന്ന് പറയുന്നത് എത്ര? 8. ഇനി എഡ്ജസ് നോക്കാം. എഡ്ജസ് എവിടം വരെ പോകുന്നുണ്ട്? E1, E2, E3 എന്ന് പറഞ്ഞിട്ട് നമ്പർ എഴുതിക്കുന്നുണ്ടോ? അപ്പോൾ 10. അപ്പോൾ 10 എഡ്ജസും 8 വെർട്ടെക്സും ഉണ്ടെങ്കിൽ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? E-3+2 ഇട്ട് നോക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് നമ്പേഴ്സ് അറിയില്ല എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൗണ്ടഡ് റീജിയൻസ് വെച്ചിട്ടും കണ്ടുപിടിക്കാം. ഓക്കെ, ബൗണ്ടഡ് റീജിയൻ. അപ്പോൾ ബൗണ്ടഡ് റീജിയൻസ് ആണ് വെച്ചിട്ടാണ് നിങ്ങൾ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ബൗണ്ടഡ് കോംപ്ലക്സിറ്റി പ്ലസ് 1 ആണ്. ആരാണ് ബൗണ്ടഡ് കോംപ്ലക്സിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ എങ്കിൽ R+1. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, എത്ര ബൗണ്ടഡ് റീജിയൻസ് ആണ് ഉള്ളതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു ബൗണ്ടഡ് റീജിയൻ ഉണ്ട്. സോ ഇതിന് ഞാനിപ്പോൾ R1 എന്ന് ഞാൻ നമ്പർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിമിലർലി ഇവിടെ നോക്കിയേ, ഇവിടെയും ഒരു ബൗണ്ടഡ് റീജിയൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബൗണ്ടഡ് റീജിയൻ. അപ്പോൾ ഇത് R2. പിന്നെ നോക്കിയേ, ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന മൂന്നാമത്തെ ബൗണ്ടഡ് റീജിയൻ ഉണ്ട്. ഏതാണ്? R3. അപ്പോൾ R1, R2, R3. അപ്പോൾ ഇത്രയും ബൗണ്ടഡ് റീജിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി R+1 ആണെങ്കിൽ 3+1 = 4 എന്ന് കിട്ടും. ഓക്കെ,